നമ്മുടെ ഈ സംഗമത്തെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിന്റെ സുന്ദരമായ ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, പ്രവാചകന്റെ ജീവിതം, പ്രവാചക ചരിത്രം എന്ന് പറയുന്നത് വിശ്വാസിക്ക് ഏറെ ആശ്വാസം നൽകുന്നതും അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള ഒരു രൂപരേഖയാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മാലോകർക്ക് സന്മാർഗമായിട്ടല്ലാതെ, മാർഗദർശനം നൽകുന്ന ഒരു പ്രവാചകനായിട്ടല്ലാതെ നബിയെ താങ്കളെ അയച്ചിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ഒരു അടിസ്ഥാന പ്രഖ്യാപനം തന്നെ അതുകൊണ്ടാണ്. അപ്പൊ ഈ പ്രവാചകന്റെ ഈ ലോകത്തേക്കുള്ള ആഗമനവും പ്രവാചകന്റെ ജീവിതവും സന്ദേശവും ഒക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഒരു രൂപരേഖയാണ് എന്നാദ്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിലെങ്കിലും അതല്ലാത്ത സന്ദർഭങ്ങളിലും നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, പ്രവാചകന്റെ ചരിത്രം നാം അറിയൽ, നാം പഠിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്ന് പ്രവാചക ചരിത്രത്തെ വികലമാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തെ കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും പ്രവാചകനെ മോശമായി ചിത്രീകരിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രവാചക ചരിത്രം പഠിക്കൽ, അത് മനസ്സിലാക്കൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പഠിച്ചാൽ, പ്രവാചക ചരിത്രത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നു ചെന്നാൽ അവന് ഉസ്വത്തുൻ ഹസന, ഒരു വലിയ ഗുണപാഠം, ഒരു മാർഗരേഖ പ്രവാചകന്റെ ജീവിതത്തിലൂടെ അവന് കണ്ടെത്താൻ കഴിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വ ദക്കറല്ലാഹ കതീറ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന, പരലോകത്തെ നന്നായി വിശ്വസിക്കുന്ന, അല്ലാഹുവിനെ കൂടുതലായി ഓർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചക ചരിത്രം എന്ന് പറഞ്ഞാൽ അവന് വലിയ ആശ്വാസം നൽകുന്ന ഒരു ഗുണപാഠമാണ് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, മക്കളെ സംബന്ധിച്ചിടത്തോളം, എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞു മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചകന്റെ ചരിത്രം നമ്മൾ പഠിക്കുക, പ്രവാചക ചരിത്രത്തിലൂടെ നമ്മൾ മുമ്പോട്ട് കടന്നു ചെല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം കൂടുതലായി പഠിക്കുന്നതിലൂടെ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ പ്രവാചകനെ അനുധാവനം ചെയ്യാൻ, നബി തങ്ങളുടെ ചര്യയെ പിൻപറ്റി ജീവിക്കാൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പിൻപറ്റി ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രസവന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമുക്കറിയാം, റബീഉൽ അവ്വലിന്റെ പരിപാടി വളരെ സുന്ദരമായ രീതിയിൽ സമാപിക്കുകയാണ്. 2 ദിവസം, ഇന്നലെ രാവിലെ മുതൽ കുട്ടികളുടെ പരിപാടി, രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതിനുശേഷം മതപ്രഭാഷണം, ഇന്നതിന്റെ സമാപന സദസ്സ്, പൊതുസമ്മേളനവും, ഇന്നലത്തെ പരിപാടിയിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനദാനം നൽകുന്ന സദസ്സിലാണ് നമ്മളുള്ളത്. വളരെ സുന്ദരമായ, വിനീതനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ റബീഉൽ അവ്വലാണ്. ഈ 2 ദിവസമായി നമ്മൾ ചെറിയ രീതിയിലൂടെ പരിപാടി നടത്തും എന്ന് മനസ്സിലാക്കിയെങ്കിലും നല്ല വിപുലമായ രീതിയിലൂടെ തന്നെ പരിപാടി നമുക്ക് നടത്താൻ കഴിഞ്ഞു. ഈ നാട്ടുകാരുടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാനിവിടെ വന്ന് ജോലിയേറ്റത് മുതൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാവരുടെയും സ്നേഹത്തോടുകൂടിയും സഹായത്തോടുകൂടിയുമുള്ള ആ ഒരു സഹകരണത്തിലൂടെയാണ് നമ്മൾ അൽഹംദുലില്ലാഹ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷമാണ് അതില്. അത് പറയുമ്പോഴും ഓർക്കുമ്പോഴും ഒക്കെ വലിയ സന്തോഷമാണ്. ആ ഒരു സന്തോഷത്തിന്റെ ഒരു പ്രതിരൂപമാണ് സത്യത്തിൽ ഈ പരിപാടിയിൽ കണ്ടത്. ഇന്നലത്തെ കുട്ടികളുടെ പരിപാടിയാണെങ്കിലും, വൈകുന്നേരത്തെ പരിപാടിയാണെങ്കിലും, ഇന്നീ നടന്നുകൊണ്ടിരിക്കുന്ന പൊതുസമ്മേളനമാണെങ്കിലും, ആ ഒരു സഹകരണവും സ്നേഹവും ഒക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടി നല്ലൊരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഈ പള്ളിയുടെ ഉത്തരവാദിത്വം
പ്രിയമുള്ള ഷമീ സാഹിബ് ഈ പരിപാടിയുടെ കാര്യം അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരുടെയും സ്നേഹത്തോടുകൂടിയും സഹകരണത്തോടുകൂടിയുമുള്ള ഇടപെടലുകൾ കൊണ്ട് അൽഹംദുലില്ലാഹ് ഇത്ര നല്ലൊരു പരിപാടി നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ എന്റെ പ്രത്യേകമായ നന്ദി, ഇതിലൊക്കെ ഈ സഹകരിച്ചതിൽ പ്രത്യേകമായ നന്ദി എന്റെ ഭാഗത്ത് നിന്നും ഞാൻ നിങ്ങളെ പ്രത്യേകമായി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ നന്മകൾ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഈ ഇരുത്തം, ശ്രദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അതിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സമ്മാനദാനമാണ് ഇനി അടുത്ത് നടക്കാനുള്ളത്. കുട്ടികളുടെ സമ്മാനദാനം നടക്കാൻ പോവുകയാണ്. ഇന്നലെ നടന്ന കലാമത്സരത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ് ഈ വേദിയിൽ വെച്ച് നടക്കുന്നത്. പേര് വിളിക്കുന്ന കുട്ടികൾ കടന്നു വന്ന് സമ്മാനം വാങ്ങിക്കുക. അതുപോലെ തന്നെ പുറത്തു നിൽക്കുന്നതിൽ തിരക്കില്ലാത്ത ആളുകൾ ഇൻഷാ അല്ലാഹ് ഒഴിവുള്ള കസേരയിലേക്ക് കയറിയിരിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. ആദ്യമായി സബ് ജൂനിയർ വിഭാഗത്തിൽ ഖുർആൻ പാരായണ മത്സരത്തിൽ വിജയികളായ കുട്ടികളുടെ പേരാണ് പറയാൻ പോകുന്നത്. ഖുർആൻ പാരായണത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയത് അയാന് സമ്മാനം നൽകുന്നത് ഇൻഷാ അല്ലാഹ് സമ്മാനം നൽകും. സെക്കൻഡ് പ്രൈസ് അബ്ദുള്ള ഇൻഷാ അല്ലാഹ് അബ്ദുള്ളക്ക് നമ്മുടെ മജീദ് ഉസ്താദ് സമ്മാനം നൽകും. അടുത്തത് സീനിയർ വിഭാഗത്തിന്റെ മലയാളം ഗാനമാണ്, സിംഗിൾ ഗാനം. ഫസ്റ്റ് പ്രൈസ് അമാൻ. സമ്മാനം നൽകുന്നത് നിസാമുദ്ദീൻ മൗലവി നദവി വർഗം. സെക്കൻഡ് പ്രൈസ് ഷംന. സമ്മാനം നൽകുന്നത് നമ്മുടെ ജമാഅത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഷമീ സാഹിബിനെ ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നത് അടുത്തത് ജൂനിയർ വിഭാഗം ഖുർആൻ പാരായണ മത്സരമാണ്. ഫസ്റ്റ് പ്രൈസ് നേടിയത് അമീൻ. സമ്മാനം നൽകുന്നത് വേണ്ടി നജീബണ്ണനെ ക്ഷണിക്കുന്നു. നമ്മുടെ കമ്മിറ്റി ട്രഷറർ നജീബണ്ണനെ ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് അൽഫിദ്. സമ്മാനം നൽകുന്നത് മജീദ് ഉസ്താദ്. അടുത്തത് സബ് ജൂനിയർ വിഭാഗത്തിന്റെ സിംഗിൾ സോങ് ആണ്. ഫസ്റ്റ് പ്രൈസ് മിൻഹ. സെക്കൻഡ് പ്രൈസ് രണ്ടുപേരുണ്ട്, അയാനും സിയാൻ.
2 സെക്കൻഡ് ഉണ്ട്. അയാലും അതുപോലെ തന്നെ സിയാനില്ലേ? അടുത്തത് ജൂനിയർ വിഭാഗത്തിന്റെ ഗ്രൂപ്പ് സോങ് മലയാളം. ഫസ്റ്റ് പ്രൈസ് ഫൈസി ആൻഡ് ബാപ്പി. 2 ഫസ്റ്റ് ഉണ്ട്. ഫൈസി ആൻഡ് ബാപ്പി, അതുപോലെ ഫിദ ആൻഡ് ബാപ്പി. ഗ്രൂപ്പ് സോങ് മലയാളം ജൂനിയർ. കൊടുത്തോ പിന്നെ സെക്കൻഡ് വിളിച്ചല്ലോ. സെക്കൻഡ് പ്രൈസ് അമീൻ ആൻഡ് ബാപ്പി. അടുത്തത് പെട്ടെന്ന് വാങ്ങിച്ചു, വരുന്ന കുട്ടികൾ പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം. അടുത്തത് പ്രസംഗം മലയാളം ജൂനിയർ വിഭാഗം. ഫസ്റ്റ് പ്രൈസ് അസ്ലഹ. ഫസ്റ്റ് പ്രൈസ് അസ്ലഹ. സെക്കൻഡ് പ്രൈസ് അൽഫിദ്. സെക്കൻഡ് പ്രൈസ് അൽഫിദ്. മേടിച്ച. ഇനി അടുത്തത് ജൂനിയർ വിഭാഗത്തിന്റെ ബാങ്കുവിളി മത്സരം. അടുത്തത് ജൂനിയർ വിഭാഗത്തിന്റെ ബാങ്കുവിളി മത്സരം. ഫസ്റ്റ് പ്രൈസ് സിനാൻ. ഫസ്റ്റ് പ്രൈസ് സിനാൻ. സെക്കൻഡ് പ്രൈസ് അർഷിദ്. ഫസ്റ്റ് പ്രൈസ് സിനാൻ. സെക്കൻഡ് പ്രൈസ് അർഷിദ്. ഓക്കെ. ഇനി സബ് ജൂനിയർ വിഭാഗത്തിന്റെ പ്രസംഗം ഇംഗ്ലീഷ്. ഫസ്റ്റ് പ്രൈസ് സക്കരിയ. ഫസ്റ്റ് പ്രൈസ് സക്കരിയ. ജൂനിയർ വിഭാഗത്തിന്റെ മലയാളം സിംഗിൾ ഗാനം. ഫസ്റ്റ് പ്രൈസ് അർഷദ്. സെക്കൻഡ് പ്രൈസ് അഷിഫ. ആഷിഫ അതന്നെ. സെക്കൻഡ് ആഷിഫ, ഫസ്റ്റ് അർഷദ്. അർഷദ് ഇനി മലയാളം പ്രസംഗം സബ് ജൂനിയർ. ഫസ്റ്റ് പ്രൈസ് ഫയാസ്. സബ് ജൂനിയർ വിഭാഗം മലയാളം പ്രസംഗം. ഫസ്റ്റ് പ്രൈസ് ഫയാസ്. അടുത്തത് പ്രസംഗം മലയാളം സീനിയർ വിഭാഗം. ഫസ്റ്റ് പ്രൈസ് അംജദ്. സെക്കൻഡ് പ്രൈസ് നഭ ആയിഷ. ഫസ്റ്റ് പ്രൈസ് അംജദ്. സെക്കൻഡ് പ്രൈസ് നഭ ആയിഷ. അടുത്തത് ജൂനിയർ വിഭാഗത്തിന്റെ സംഭാഷണ മത്സരം. ഫസ്റ്റ് പ്രൈസ് റാലിബും സിനാനും. സെക്കൻഡ് പ്രൈസ് നിദ ഫാത്തിമ. സന സുഹൈബ്.
അടുത്തത് ജൂനിയർ വിഭാഗത്തിന്റെ അറബി സംഘഗാന മത്സരം. ഫസ്റ്റ് പ്രൈസ് നിദ ഫാത്തിമ ആൻഡ് പാർട്ടി. സെക്കൻഡ് പ്രൈസ് റിയ ഫാത്തിമ ആൻഡ് പാർട്ടി. സെക്കൻഡ് പ്രൈസ് വിളിച്ചില്ലേ? റിയ ഫാത്തിമ ആൻഡ് പാർട്ടി. അടുത്തത് കിസ് മത്സരം ജൂനിയർ വിഭാഗം. ഒന്നാം സ്ഥാനം അൽഫിദ്, രണ്ടാം സ്ഥാനം അസ്ലഹ. അടുത്തത് സീനിയർ വിഭാഗം ഗ്രൂപ്പ് സോങ്. ഫസ്റ്റ് പ്രൈസ് അൽഹന ആൻഡ് പാർട്ടി. സെക്കൻഡ് പ്രൈസ് അംജദ് ആൻഡ് പാർട്ടി. അടുത്തത് ഗ്രൂപ്പ് സോങ് സീനിയർ വിഭാഗം. ഫസ്റ്റ് പ്രൈസ് അൽഹന, സെക്കൻഡ് പ്രൈസ് അംജദ് ആൻഡ് പാർട്ടി. അൽഹന. അടുത്തത് ജൂനിയർ വിഭാഗത്തിന്റെ അറബി സിംഗിൾ ഗാന മത്സരം. ഫസ്റ്റ് പ്രൈസ് അർഷദ്, സെക്കൻഡ് പ്രൈസ് അൽഫിദ്. അറബി സിംഗിൾ ഗാനം ജൂനിയർ. അടുത്തത് സീനിയർ വിഭാഗം സംഭാഷണ മത്സരം. ഫസ്റ്റ് പ്രൈസ് സഹലൈൻ പാർട്ടി, സഹല ആൻഡ് പാർട്ടി. സെക്കൻഡ് പ്രൈസ് അംന ആൻഡ് പാർട്ടി. അടുത്തത് സീനിയർ വിഭാഗത്തിന്റെ അറബി സിംഗിൾ ഗാന മത്സരം. ഫസ്റ്റ് പ്രൈസ് അൽഹന, സെക്കൻഡ് പ്രൈസ് അൽ അമീൻ. അറബി സിംഗിൾ ഗാന മത്സരം സീനിയർ വിഭാഗം. ഫസ്റ്റ് പ്രൈസ് അൽഹന, സെക്കൻഡ് പ്രൈസ് അൽ അമീൻ. അടുത്തത് സബ് ജൂനിയർ വിഭാഗത്തിന്റെ ബാങ്കുവിളി മത്സരം. ഫസ്റ്റ് പ്രൈസ് സക്കരിയ, സെക്കൻഡ് പ്രൈസ് ഫയാസ്. ഫസ്റ്റ് പ്രൈസ് സക്കരിയ, സെക്കൻഡ് പ്രൈസ് ഫയാസ്. അടുത്തത് സീനിയർ വിഭാഗത്തിന്റെ ബാങ്കുവിളി മത്സരം. ഫസ്റ്റ് പ്രൈസ് ഷഹാസ്, സെക്കൻഡ് പ്രൈസ് അംജദ്. സീനിയർ വിഭാഗം ബാങ്കുവിളി മത്സരം. ഖുർആൻ പാരായണ മത്സരം ജൂനിയർ വിഭാഗം. സീനിയർ വിഭാഗം ഖുർആൻ പാരായണ മത്സരം. ഫസ്റ്റ് പ്രൈസ് അംജദ്, സെക്കൻഡ് പ്രൈസ് അൽഹന. സീനിയർ വിഭാഗം ഖുർആൻ പാരായണ മത്സരം. അടുത്തത് ജൂനിയർ വിഭാഗത്തിന്റെ ഇംഗ്ലീഷ് പ്രസംഗ മത്സരം. ഫസ്റ്റ് പ്രൈസ് അസ്ലഹ, സെക്കൻഡ് പ്രൈസ് അർഷിദ്. ഇംഗ്ലീഷ് പ്രസംഗ മത്സരം ജൂനിയർ വിഭാഗം. അടുത്തത് കിസ് മത്സരം സീനിയർ വിഭാഗം. ഫസ്റ്റ് പ്രൈസ് സഹല, സെക്കൻഡ് പ്രൈസ് നബ ആയിഷ അംന. രണ്ടുപേരുണ്ട്, 2 സെക്കൻഡ് ഉണ്ട്. നബ ആയിഷ അംന.
അടുത്തതായി ഏറ്റവും കൂടുതൽ പ്രൈസ് വാങ്ങിച്ച അടിസ്ഥാനത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വേർതിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് അംജദാണ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. മജീദ് ഉസ്താദ് ഇൻഷാ അല്ലാഹ് ആ സമ്മാനം നൽകും. സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് അസ്ലഹ. ആ സമ്മാനം ഇൻഷാ അല്ലാഹ് നജീബാണ് നൽകും. തേർഡ് പ്രൈസ് മാർക്കടിസ്ഥാനത്തിൽ അൽഫിദ് ഇൻഷാ അല്ലാഹ് ഷമിയണ്ണൻ തങ്കപ്പാണ്ടൻ ഇൻഷാ അല്ലാഹ് നൽകും. തങ്കപ്പാണ്ടനാണ് ആ സമ്മാനം നൽകിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തങ്കപ്പാണ്ടൻ നൽകും. ഇനി പരിപാടിക്ക് ചേർന്നിട്ട് പ്രോത്സാഹന സമ്മാനം ലഭിക്കാത്തവര് ലൈനായിട്ട് ഇൻഷാ അല്ലാഹ് കയറി വരിക. എല്ലാവരുടെയും പേര് കൂട്ടമായിട്ട് വിളിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ലൈനായിട്ട് കയറി വന്ന് ഇൻഷാ അല്ലാഹ് സമ്മാനം വാങ്ങിച്ചോണ്ട് പോകും. പരിപാടി കിട്ടാത്തൊരു ഇൻഷാ അല്ലാഹ് ലൈനായിട്ട് കയറി വരിക. അത് കയറി വരണം. സമ്മാനം വാങ്ങാത്തവർ കയറി വരിക. പരിപാടിക്ക് പ്രോത്സാഹന സമ്മാനം വാങ്ങാനുള്ളവർ കയറി വരണം. പക്ഷെ അത് ലൈനായിട്ട് പേര് എടുത്തെടുത്ത് വിളിക്കേണ്ടതെന്ന് ഓർത്തിട്ടാണ് കയറി വരാൻ പറഞ്ഞത്. എല്ലാവരും ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിൽ നിന്നും പാസ്സായി പോയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ്. പേര് വിളിക്കുന്നവർ സ്റ്റേജിലേക്ക് കയറി വരിക. ഗാലിബ് ഗുൽസാ
ഇങ്ങോട്ട് നോക്കണ്ട. സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നു മജീദ് ഉസ്താദ്. മുഹമ്മദ് റിഷാം അടുത്തത് കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ നിന്നും പാസ്സായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ്. പേര് വിളിക്കുന്ന കുട്ടികൾ സ്റ്റേജിലേക്ക് കടന്നു വരിക. മുഹമ്മദ് ഫസൽ വന്നില്ല. മുഹമ്മദ് അഷ്ഫാഖ്, ഇബ്രാഹിം ബാദുഷാ, സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് കാണിക്കണം. ആസിഫ് മുഹമ്മദ് ഷഹനാദ് വീണ്ടും ഒരിക്കൽ കൂടി ഉണർത്തുന്നു. പ്രോത്സാഹന സമ്മാനം വാങ്ങിക്കാനുള്ള കുട്ടികൾ കയറി വരണം. ഉള്ളവര് കയറി വരിക. പരിപാടിയിൽ പങ്കെടുക്കാത്തവരും അവർക്കും കയറി വരാം. അവർക്കും പ്രോത്സാഹനം ഉണ്ടാവും. ലൈനായിട്ട് കയറി വരിക. ലൈനായിട്ട് കയറി വരിക. ലൈനായിട്ട്
ഉസ്താദ് ഇൻഷാ അല്ലാഹ് സമ്മാനം കൊടുക്കും. കുട്ടികൾ കയറി വരിക, ലൈനായിട്ട് കയറി വരിക. അത് തന്നെ ആൺകുട്ടികളിൽ നിന്നും പെൺകുട്ടികളിൽ നിന്നും ഒക്കെ ഇൻഷാ അല്ലാഹ് കയറി വരിക. പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്കും കയറി വരാം. ലൈനായിട്ട് കയറി ഒന്ന് വാങ്ങിക്കുക. നിങ്ങളെ ചവിട്ടല്ല ഇങ്ങ് മാറടാ, ഇങ്ങോട്ട് മാറട്ടെ. ഏതാ ചവിട്ടല്ലോ? നിങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടിയവരെല്ലാം നിരന്നിരിക്കും, ഫോട്ടോ എടുക്കാം. നിരന്നിരിക്കും. സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പഠിച്ച് കാണിക്കാം. എവിടെ ഇരിക്കും? കുട്ടികൾക്ക് വലിയ ഉത്സാഹം കൊടുക്കുന്ന സമ്മാനം. ചവിട്ടൽ മേടിച്ചു കയറി. നല്ല സീനിയർ വിഭാഗത്തിന്റെ ഗ്രൂപ്പ് സോങ് അറബിക്ക് വിളിക്കാനുണ്ട്. മജീദ് ഉസ്താദ് 2 വാക്ക് സംസാരിച്ചതിന് ശേഷം ആ പരിപാടി കൂടെ വിളിച്ചതിന് ശേഷം നമ്മൾ ദുആ ചെയ്ത് സദസ്സ് പിരിയും. സംസാരിക്കുന്നതിന് വേണ്ടി മജീദ് ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള രക്ഷിതാക്കളെ, നമ്മളുടെ മക്കളുടെ കഴിവുകൾ തെളിയിക്കുന്നതിന് ആവശ്യമായ നിലയിൽ കുറഞ്ഞ ദിനങ്ങൾ കൊണ്ട്, കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് വളരെയേറെ മക്കൾക്ക് പ്രയോജനപ്പെടുന്ന, അവരുടെ ഭാവിയിൽ കൊണ്ട് പ്രയോജനമാവുന്ന, അവരുടെ വിജയത്തിന്റെ ഉപയുക്തമായ നിലയിൽ ആ കുട്ടികളെ നമുക്ക് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അൽഹംദുലില്ലാഹ് വലിയ ഹൈറായ കാര്യമാണ്. നമ്മുടെ മക്കളുടെ പ്രചോദനം ആദ്യം നമ്മുടെ കുടുംബത്തിൽ നിന്നാവണം. നമ്മുടെ വീട്ടിൽ എന്നുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ അറിയാത്ത ഒരുപാട് കഴിവുകളുണ്ട്. ഈ കഴിവുകളെ മനസ്സിലാക്കേണ്ടത് ആദ്യം മാതാപിതാക്കളാണ്. അതുപോലെ തന്നെ രക്ഷകർത്താക്കളോടൊപ്പം ഗുരുക്കന്മാരും അതിൽ പങ്കെടുക്കണം. അവരുടെ മനസ്സിനെ വെട്ടിക്കളയുന്ന, അവരുടെ സാഹചര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അവസ്ഥയും നമ്മളിൽ ഉണ്ടാവരുത്. ഇവരെല്ലാം നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവർ ഭാവിയിൽ ബന്ധപ്പെടുന്ന ഓരോ മേഖലകളിലും നമുക്ക് അറിവും കഴിവും ആവശ്യമാണ്. അറിവും കഴിവും ഉണ്ടെങ്കിൽ തന്നെ അത് നടപ്പിൽ വരുത്താൻ നമുക്ക് പലർക്കും കഴിയാറില്ല. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന് നമുക്ക് അതിനുള്ള പ്രാഗൽഭ്യം ലഭ്യമായിട്ടില്ല. നമ്മുടെ തലമുറകളെ വാർത്തെടുക്കാൻ, അവർക്ക് പ്രചോദനമാവാൻ, അവർ ലോകത്ത് സഞ്ചരിക്കുന്ന മേഖലകളിലെല്ലാം അവർക്ക് എവിടെ ചെന്നാലും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും തദനുസരണം അവരുടെ ജീവിത വിജയത്തിലെത്താനും ഇത് കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പുണ്യമായ 1500ാമത് ജന്മദിനം ആഘോഷിച്ചു കഴിയുമ്പോൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ
സർവ്വലോകത്തിനും അനുഗ്രഹീതമായിട്ടല്ലാതെ അല്ലയോ പ്രവാചകരെ താങ്കൾ നാം അയച്ചിട്ടില്ല എന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചവിട്ടായിരിക്കും, പിള്ളേർ ചവിട്ടായിരിക്കും പറ്റായിരിക്കും. നമ്മുടെ പരിപാടി അൽഹംദുലില്ലാ അവസാനത്തിലേക്ക് എത്തുകയാണ്. ഒരു പരിപാടിയുടെയും കൂടെ വിളിച്ചു പറയാൻ വിട്ടുപോയിരുന്നു. ഗ്രൂപ്പ് സോങ് അറബിക് സീനിയർ വിഭാഗം ഫസ്റ്റ് പ്രൈസ് അൽഹന ആൻഡ് പാർട്ടി. സെക്കൻഡ് സഹല ആൻഡ് പാർട്ടി. ഇനി പ്രോത്സാഹന സമ്മാനം വാങ്ങിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരണം എന്നുകൂടി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഫാത്തിഹവും നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ. ളുഹർ നമസ്കാരത്തിന് ശേഷം കന്നൂരി വിതരണമുണ്ട്. ളുഹർ നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിന് ശേഷം കന്തൂരി വിതരണമാണ്. ഇൻഷാ അല്ലാഹ് അതിന് മുന്നോടിയായി നമുക്കൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. إن شاء الله എല്ലാവരും ഒന്ന് നിശബ്ദമായിരിക്കണം. ദുആ ചെയ്യാൻ പോവാണ്. പുറത്ത് നിൽക്കുന്നവരൊക്കെ ഒന്ന് അകത്ത് കയറി ഈ ദുആയിൽ മാത്രം ഒന്ന് പങ്കെടുത്താൽ വളരെ നന്നായിരുന്നു. ആ ഒഴിവുള്ള കസേരയിൽ കയറിയിരുന്ന് ഇൻഷാ അല്ലാഹ് ദുആയിൽ പങ്കെടുക്കുക. الحمدلله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. അർഹമുർറഹീമീനായ കൃപാലുവായ പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ചുകൂടലിനെ കബൂലാക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും മാപ്പാക്കണേ റഹ്മാനേ. ശിഷ്ടജീവിതം, പാപരഹിതമായ പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നസീബാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങൾ ഓതിയ വിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകളെ സ്വീകരിക്കണേ റഹ്മാനേ. അതിന്റെ പരിപൂർണമായ സവാബ് ഇവിടെ ആരെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ, അവരുടെ കുടുംബങ്ങളിൽ നിന്നാരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, അവരുടെ കബറിടങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹുവേ. വിശുദ്ധമായ ഖുർആൻ കൊണ്ട് അവരുടെ കബറിടങ്ങളെ നീ അലങ്കരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ,
ശുദ്ധമായ ഖുർആൻ കൊണ്ട് അവരുടെ ഖബറിടങ്ങളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടെ ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാഹുവേ അവരിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കണേ റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടല്ല നീ സ്വീകരിക്കണേ അല്ലാഹുവേ പടച്ചവനെ ഈ കന്തൂരിക്ക് വേണ്ടി പൈസ നൽകിയവർ, അരിയായി നൽകിയവർ, അതുപോലെ തന്നെ മാംസമായി നൽകിയവർ, അവരൊക്കെ പലവിധ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സ്വതക്ക ചെയ്തവരാണ് റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ അവരുടെയൊക്കെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാഹുവേ അവരൊക്കെ ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണോ നൽകിയത് ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ, മറ്റു പല പ്രയാസങ്ങൾ, മറ്റു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഈ മക്കളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ അവർക്ക് പഠിക്കാനുള്ള ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ മക്കൾക്കെല്ലാം ഉയർന്ന ഭാവി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഈ നാടിനെ നീ സ്വീകരിക്കണേ ഈ നാട്ടിലുള്ളവരെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവരുടെയും തൊഴിലിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലിനെ നീ അനുഗ്രഹിക്കണേ അതിനെ പരിപാലിക്കുന്നവരെ നീ കബൂലാക്കണേ റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ അതിനെ നീ നിലനിർത്തണേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബനാ ലാ തറുദ്ദൻ അയ്ദിയനാ ഖായിബീന ബിസബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മൂന്ന് സ്വലാത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് തിരിച്ചുവിടും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.